ഒറ്റ തവണ ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ മുടി വേര് മുതൽ കറുക്കും കേട്ടോ. മുടി കറുക്കുന്നതിനോടൊപ്പം തന്നെ നല്ല രീതിയിൽ തഴച്ച് വളരുകയും ചെയ്യും. അപ്പോൾ എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. എൻ്റെ വീഡിയോസ് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങൾക്ക് വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോസ് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുതേ. അപ്പോൾ നമുക്ക് ഡീറ്റെയിൽഡ് വീഡിയോയിലേക്ക് പോകാം. ഇന്ന് മാതാപിതാക്കളുടെ ഇടയിൽ വളരെ ഗൗരവത്തോടെ ചിന്തിക്കുന്ന ഒരു കാര്യമാണ് കുഞ്ഞുങ്ങൾക്കുണ്ടാകുന്ന അകാലനര, അതായത് പ്രീമെച്വർ ഗ്രേയിങ്. ഈ അകാലനര എന്ന് പറയുന്നത് നമ്മുടെ ഈ കാലഘട്ടത്തിൽ വളരെ വലിയ പ്രശ്നമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. കുഞ്ഞു കുട്ടികൾ മുതൽ മുതിർന്ന ആൾക്കാർ വരെ ഇതിനെ ഒരു പ്രശ്നമായി കൊണ്ട് നടക്കാറുമുണ്ട്. പണ്ടൊക്കെ ആണെങ്കിൽ ഒരു 40-45 വയസ്സാകുമ്പോഴാണ് മുടി നരച്ചു തുടങ്ങുന്നത്. പക്ഷെ ഇപ്പോൾ അങ്ങനെയല്ല, കുഞ്ഞു കുട്ടികൾ മുതൽ തന്നെ മുടി നരച്ചു തുടങ്ങും. പക്ഷെ ഒരു 40 വയസ്സിന് മുന്നേയൊക്കെ നര വന്ന് തുടങ്ങുമ്പോഴാണ് നമുക്കത് സൗന്ദര്യത്തെ ബാധിക്കുന്നത്, അല്ലേ? ഈ നര എന്ന് പറയുന്നത് വളരെ നാച്ചുറൽ ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ്. അത് നമ്മൾ നേരിട്ടേ പറ്റൂ. ചില ആൾക്കാർക്ക് അത് നേരത്തെ വരും, ചില ആൾക്കാർക്ക് ചിലപ്പോൾ താമസിച്ച്. ചില ആൾക്കാരെ നോക്കിക്കഴിഞ്ഞാൽ അറിയാം 10-70 വയസ്സായാലും നരച്ച മുടിയൊന്നും നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റത്തില്ല. പക്ഷേ ചില ആൾക്കാരെ നോക്കുമ്പോൾ ഒരു 30 വയസ്സ് കഴിയുമ്പോൾ തന്നെ നമുക്ക് നരച്ച മുടി ധാരാളം തലയിൽ കാണാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ഓരോ ആൾക്കാരുടെ നാച്ചർ അനുസരിച്ചിട്ടാണ് അത് മാറുന്നത്. അല്ല എങ്കിൽ ചിലപ്പോൾ എന്തെങ്കിലും ഡെഫിഷ്യൻസി ആയിരിക്കാം, അങ്ങനെയും മുടി നരയ്ക്കാറുണ്ട്. അപ്പോൾ നമ്മുടെ മുടി നരയ്ക്കുന്നതിനുള്ള പ്രധാന കാരണമെന്ന് പറയുന്നത് മെലാനിൻ്റെ കുറവാണേ. അപ്പോൾ നമ്മുടെ മെലാനിൻ കുറയുന്നതിന് ഒരു പ്രധാനപ്പെട്ട കാരണമുണ്ടേ. അത് നമ്മൾ മിക്ക ആൾക്കാർ ശ്രദ്ധിക്കാതെ പോകുന്നതാണ്. അതായത് നമ്മുടെ കോപ്പർ എന്ന് പറയുന്ന ഒരു മിനറലിൻ്റെ ദൗർലഭ്യമാണ് മെലാനിൻ്റെ അളവ് കുറയാൻ കാരണം. അപ്പോൾ കോപ്പറിൻ്റെ കുറവ് നമുക്കുണ്ടെന്ന് നമ്മൾ പലപ്പോഴും തിരിച്ചറിയാറില്ല. അപ്പോൾ നമ്മൾ ബ്ലഡ് ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് കോപ്പറിൻ്റെ അളവ് നമ്മൾ എവിടെയും മെൻഷൻ ചെയ്യാറില്ല. അപ്പോൾ ചില പഠനങ്ങൾ പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 99% ഡെഫിഷ്യൻസി വരുന്നത് കോപ്പറിൻ്റെ കുറവ് മൂലമാണ്, അതായത് മുടി നരയ്ക്കുന്നത്. അപ്പോൾ നമ്മുടെ കോപ്പർ എന്ന് പറയുന്നത് നമ്മുടെ നാച്ചുറലി നമ്മുടെ മുടിക്ക് നല്ല കറുത്ത നിറം കൊടുക്കുന്ന ഒരു ഐറ്റമാണ് കോപ്പർ എന്ന് പറയുന്നത്. അപ്പോൾ ആ കോപ്പറിൻ്റെ അഭാവം മൂലം നമ്മുടെ മെലാനിൻ്റെ പ്രൊഡക്ഷൻ കുറയും. അങ്ങനെയാണ് സ്കൂൾ ഘട്ടങ്ങളിലും അതുപോലെ തന്നെ 40 വയസ്സിന് മുകളിലും ആൾക്കാർക്ക് മുടി നരച്ചു തുടങ്ങുന്നത്. അപ്പോൾ കോപ്പറിൻ്റെ ഡെഫിഷ്യൻസി ഉണ്ടാകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അതായത് കോപ്പറും അയണും കൂടെ ചേർന്നിട്ടാണ് നമ്മുടെ മുടിക്ക് നല്ല ആരോഗ്യം നൽകുന്നത്. അപ്പോൾ ചില ആൾക്കാർക്ക് മുടി കൊഴിഞ്ഞു പോകുന്നുണ്ട്, അതുപോലെ തന്നെ മുടിയുടെ തിക്നെസ് ഒക്കെ കുറയുന്നെന്ന് പരാതി പറയാറുണ്ട്. പക്ഷെ ആദ്യം നിങ്ങൾ ചെക്ക് ചെയ്യേണ്ടത് കാൽഷ്യത്തിൻ്റെ അളവാണ് നമ്മുടെ ബ്ലഡിൽ. അതുപോലെ തന്നെ വൈറ്റമിൻ ഡിയും ചെക്ക് ചെയ്യേണ്ടതാണേ. അപ്പോൾ നമ്മൾ ഇതിൻ്റെ അഭാവം നമുക്ക് ഉണ്ടാകുന്നത് എങ്ങനെയെന്ന് അറിയുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നടക്കുന്ന സമയത്ത് നമുക്ക് കിതപ്പ് അനുഭവപ്പെടുക, ശ്വാസമുട്ട് അനുഭവപ്പെടുക, ക്ഷീണം അനുഭവപ്പെടുക, അങ്ങനെയൊക്കെയാണ്. എനിക്കങ്ങനെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ചെന്ന് നമ്മുടെ മിലിറ്ററി ഹോസ്പിറ്റലിൽ പോയിട്ട് ബ്ലഡ് ടെസ്റ്റ് ചെയ്തു. അപ്പോൾ അവിടെ നമ്മുടെ അയണും അതുപോലെ തന്നെ വൈറ്റമിൻ B12 ചെക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ നമ്മുടെ MH ചെയ്യത്തില്ല, പുറത്ത് കൊടുത്തിട്ടാണ് ചെയ്തത്. അങ്ങനെ ചെയ്തപ്പോൾ നോർമൽ, കുഴപ്പമൊന്നുമില്ല. പക്ഷേ എനിക്ക് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതായത് നടക്കുമ്പോൾ കുറച്ച് ശ്വാസം മുട്ട് അനുഭവപ്പെടുക, അതുപോലെ തന്നെ ക്ഷീണം, അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പോയി ടെസ്റ്റ് ചെയ്തു. പക്ഷേ മുടി കൊഴിച്ചിലൊന്നും അധികമായിട്ട് എനിക്കില്ലായിരുന്നു. പോയി ടെസ്റ്റ് ചെയ്തപ്പോൾ എല്ലാം നോർമൽ കേട്ടോ, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നിങ്ങളും ഇതുപോലെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കേണ്ടത് അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യമാണ് കേട്ടോ. വലിയ പൈസയൊന്നും ആകത്തില്ല. നമ്മുടെ വൈറ്റമിൻ B12 അതുപോലെ തന്നെ അയണും ടെസ്റ്റ് ചെയ്തപ്പോൾ വെറും 800 രൂപ ആയതേ ഉള്ളൂ. അപ്പോൾ നിങ്ങളും ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കുന്നത് നല്ലതായിരിക്കും, മുടി കൊഴിച്ചിൽ ഉള്ളവരാണെങ്കിൽ. അപ്പോൾ ഇങ്ങനെ ശ്വാസം മുട്ടൽ അനുഭവപ്പെടുന്നത് ചിലപ്പോൾ നമ്മുടെ ശരീരത്തിൽ ഫെറിറ്റിൻ്റെ അളവ് കുറഞ്ഞാലും ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാകും കേട്ടോ. അതായത് നടക്കുമ്പോൾ കിതയ്ക്കുക. അപ്പോൾ ഈ ഫെറിറ്റ് എന്ന് പറയുന്നത് നമ്മുടെ മുടിയുടെ വളർച്ചയ്ക്ക് ആവശ്യമായിട്ടുള്ളൊരു ഘടകമാണ്. അപ്പോൾ നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ അയണ്, ഫെറിറ്റിൻ, കോപ്പർ, അയൺ, വൈറ്റമിൻ ഡി, വൈറ്റമിൻ B12 ഇതെല്ലാം ഒന്ന് ചെക്ക് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മുടി കൊഴിച്ചിലിന് കാരണം എന്താണെന്ന് നമുക്ക് കണ്ടെത്താൻ വേണ്ടിയിട്ട് പറ്റും. അതുപോലെ തന്നെ മുടി നരയ്ക്കുന്നതിനുള്ള കാരണവും നമുക്ക് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. അതുപോലെ തന്നെ സ്ട്രെസ്സ് കൂടിയാലും നമുക്ക് പെട്ടെന്ന് മുടി നരയ്ക്കാനുള്ള ടെൻഡൻസി ഉണ്ട്. അപ്പോൾ ഇതിനെപ്പറ്റി പറയണമെങ്കിൽ കുറേ പറയാനുണ്ട്. പക്ഷേ നിങ്ങൾക്കത് ക്ഷമയോടെ കേട്ടിരിക്കാനുള്ള സാവകാശമില്ലാത്തത് കൊണ്ട് ഞാൻ നമ്മുടെ നര മാറ്റാനുള്ള ടിപ്പ് പറഞ്ഞുതരാം. അപ്പോൾ നമ്മുടെ വീട്ടിലുള്ള ഒരു ഇൻഗ്രീഡിയൻറ്റ് ഉപയോഗിച്ചിട്ട് നമുക്ക് മുടി നല്ല രീതിയിൽ കറുപ്പിക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. ബ്രൂ കോഫി അല്ല എങ്കിൽ ചായ 1 ഗ്ലാസ് എടുക്കുക. ഇതെടുക്കുമ്പോൾ ശ്രദ്ധിക്കുക, നല്ല കടുപ്പത്തിലാണ് എടുക്കാൻ വേണ്ടിയിട്ടേ. ഇതിന് ശേഷം 2 സ്പൂണ് ബ്ലാക്ക് സ്ട്രാപ്സ് മൊണാൾസ്, അതായത് നമ്മുടെ കരിമ്പിൻ്റെ ജ്യൂസിൽ നിന്ന് വേർതിരിച്ചെടുക്കുന്ന ഒരു സാധനമാണ് കേട്ടോ. ഇതൊരു കറുത്ത കളറിലാണ് കാണപ്പെടുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ മണം എന്ന് പറയുന്നത് അത്ര സുഖമായിട്ടുള്ള ഒരു മണമല്ല. ഇത് നമുക്ക് മാർക്കറ്റിലൊക്കെ കിട്ടും കേട്ടോ വാങ്ങിക്കാൻ വേണ്ടിയിട്ട്. ഇതെടുക്കുക. ഇതിനകത്തേക്ക് 2 സ്പൂണ് നമ്മുടെ ആപ്പിൾ സിനർ വിനീഗർ ഒഴിച്ചു കൊടുക്കുക. ഇതൊരു 20 അല്ലെങ്കിൽ 25 മിനിറ്റ് നല്ലവണ്ണം ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ.
എങ്കിൽ മാത്രമേ ഇത് കറക്റ്റ് കൺസിസ്റ്റൻസിയിൽ നമുക്ക് കിട്ടത്തുള്ളൂ. ഈ മിക്സ് ചെയ്ത സാധനം തലയിലേക്ക് നല്ല രീതിയിൽ ഒന്ന് തേച്ച് പിടിപ്പിക്കുക. ഇതൊരു അരമണിക്കൂർ നമ്മുടെ തലയിൽ വെച്ചതിന് ശേഷം നമുക്ക് നോർമൽ വെള്ളത്തിൽ കഴുകി കളയാവേ. അപ്പോൾ എന്താണ് ഈ ഒരു നമ്മുടെ ഡൈയുടെ പ്രവർത്തനം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ കോഫിയിലും അതുപോലെ തന്നെ ചായക്കകത്തൊക്കെ ടാനിൻ എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടല്ലേ. അപ്പോൾ ഈ ടാനിൻ എന്ന് പറയുന്നതിന്റെ ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മുടി നല്ല രീതിയിൽ കറുപ്പിക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. അതുകൊണ്ടാണ് നമ്മുടെ കോഫി അല്ലെങ്കിൽ ടീ നമ്മൾ എടുക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞത്. അതുപോലെ തന്നെ നമ്മുടെ കരിമ്പിൽ നിന്ന് കിട്ടുന്ന ബ്ലാക്ക് സ്റ്റാർ മൊലാസസിൽ ധാരാളം കോപ്പർ അടങ്ങിയിട്ടുണ്ട് കേട്ടോ. കോപ്പർ എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ മെലാനിൻ്റെ പ്രൊഡക്ഷൻ ആവശ്യമായിട്ടുള്ളൊരു ഘടകമാണ്. അപ്പോൾ ഈ സാധനം നമുക്ക് കോപ്പർ പ്രദാനം ചെയ്യും. അതിനോടൊപ്പം തന്നെ നമ്മുടെ ആപ്പിൾ സീഡർ വിനീഗർ ചേർക്കാൻ പറയുന്നത് നമ്മുടെ ക്യൂട്ടിക്കിളിനെയൊക്കെ അത് നല്ല രീതിയിൽ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ മുടി പൊട്ടിപ്പോകാനുള്ള ടെൻഡൻസി കുറയ്ക്കും. അതുപോലെ തന്നെ നല്ല സോഫ്റ്റ്നെസ് നൽകും. ഇനി നല്ല രീതിയിൽ മുടി പൊട്ടിപ്പോകുന്ന ഉള്ളവരാണെങ്കിൽ ഒരു 1/4 സ്പൂണ് തേൻ ചേർത്ത് കഴിഞ്ഞാൽ ആ ടെൻഡൻസി നമുക്ക് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. ഇത് എന്നിട്ട് നമുക്ക് ഒരു 30 മിനിറ്റ് കഴിഞ്ഞിട്ട് നോർമൽ വെള്ളത്തിൽ കഴുകി കളയാം. ശ്രദ്ധിക്കുക, ഇത് നമ്മൾ ഷാമ്പൂ വാഷ് ചെയ്തതിന് ശേഷം മാത്രമാണ് നമ്മളിത് അപ്ലൈ ചെയ്ത് കൊടുക്കേണ്ടത് കേട്ടോ. അല്ലാതെ ഇത് അപ്ലൈ ചെയ്തതിന് ശേഷം ഷാമ്പൂ വാഷ് ചെയ്യാൻ വേണ്ടിയിട്ട് പാടില്ല. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മുടി നല്ല രീതിയിൽ കറക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഇതൊന്ന് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്ക് പുതിയൊരു ടിപ്പായിട്ട് കാണാം. അതുവരേക്കും ബൈ ബൈ.